ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് അപ്പമാണ്. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികളില്ല, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ട്രീറ്റാണ് ഈ ചോക്ലേറ്റ് അപ്പം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഞാൻ ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ക്രീം കേക്കിൻ്റെ വീഡിയോയിലുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ജാമോ നുട്ടല്ലയോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തു. അതിലേക്ക് 1.5 ടീസ്പൂൺ ശർക്കര പൊടിച്ചത്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ബേക്കിംഗ് പൗഡറൊക്കെ എത്തണം, നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഒരുവിധം യോജിച്ചു. ഇനി ഇത് മാറ്റി വെച്ച് ഞാൻ വേറൊരു ബൗളിലേക്ക് 2 മുട്ടയുടെ മഞ്ഞ ചേർത്തു. അത് വിസ്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ്, ഉരുക്കിയ വെണ്ണ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചു. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് ചൂടുവെള്ളമാണ്. ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി കുറേശ്ശെയായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ കൂടിയിട്ടുള്ള ആ മിക്സ് ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം. പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഈ വിസ്ക് ഇല്ലെങ്കിൽ തടിത്തവി വെച്ചും ചെയ്യാം. ഇതിപ്പോൾ ഒരുവിധം മിക്സായി, കട്ടകളൊന്നുമില്ല. ഇനി നമുക്കിത് പതുക്കെ മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് 2 മുട്ടയുടെ വെള്ള, ഇതിപ്പോൾ ഞാൻ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യാണ്. ആദ്യം സ്ലോ സ്പീഡിൽ തുടങ്ങി പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം മാതിരിയാവും. ഇപ്പോൾ ചെരിച്ചാൽ താഴേക്ക് വീഴില്ല. അത് ഞാനിതിലേക്ക് നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാനുള്ള മിക്സ് ഞാനിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓൺ ചെയ്തു. അതിലേക്ക് ബട്ടർ ചെറുതായി ആഡ് ചെയ്തു. ഞാൻ ഓരോ കുഴിയിലേക്കും കുറേശ്ശെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറേശ്ശെയാണ് ചെയ്യുന്നുള്ളൂ, കാരണം ഇനി നമുക്കിതിൽ ഫില്ല് ചെയ്യണം. ചോക്ലേറ്റ് വെച്ച് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കി ചോക്ലേറ്റ് ഗനാഷ്. അതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് സ്പൂൺ കൊണ്ട് ചെയ്താൽ ഇതുമാതിരി ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. കവർ ചെയ്ത് കൊടുക്കാം ഈ ചോക്ലേറ്റിനെ പതുക്കെ. അപ്പം ഫുള്ളായിട്ട് ബാറ്റർ കൊണ്ട് ഫില്ല് ചെയ്യാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ എല്ലാം ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ദേ നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ ഇങ്ങനെ ഒരുവിധം ഡ്രൈ ആയി വരും. ഇപ്പോൾ ഒരുവിധം ഡ്രൈ ആയി. ഇപ്പോൾ പതുക്കെ മറിച്ചിടാം. 2 സ്പൂൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇനി എല്ലാം ഇതുപോലെ മറിച്ചിടാം. ഇനി അടിഭാഗവും നന്നായി കുക്കായി കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ശരിക്കും ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലാണ് വരിക. ബോൾ ഷേപ്പിൽ വരണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചതിന് ശേഷം ഇത്ര നേരം ഈ മാവ് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ മറിച്ചിടുക. അപ്പോൾ ശരിക്ക് മുകളിലത്തെ ഷേപ്പ് മാതിരി തന്നെ താഴെയും വരും. ശരിക്കും ഒരു ബോൾ ഷേപ്പിൽ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം.
ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ സ്ഥിരമായിട്ട് റിക്വസ്റ്റ് ചെയ്യണ റെസിപ്പീസിലൊന്നാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇതിപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ന്യൂട്ടെല്ല വെച്ചിട്ടോ ജാം വെച്ചിട്ടോ ചീസ് വെച്ചിട്ടോ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.